നമസ്തേ, ഞാൻ ഡോക്ടർ ധീരജ്. ഞാനിന്ന് സംസാരിക്കുന്നത് നെയ്യെക്കുറിച്ചാണ്. പശുവിൻ നെയ്യ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ധാരാളമായി നെയ്യ് ഉപയോഗിച്ചിരുന്നു. പിൽക്കാലത്ത് ഈ നെയ്യുടെ ഉപയോഗം നമുക്ക് ഹൃദ്രോഗം അതല്ലെങ്കിൽ പൊണ്ണത്തടിയൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നമ്മളതിൻ്റെ ഉപയോഗം കുറയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് നെയ്യ്ക്ക് ഒരുപാട് ഔഷധ ഗുണം ഉണ്ട് എന്നുള്ളതാണ്. അതിന് കാരണം നെയ്യിലടങ്ങിയിരിക്കുന്ന പോഷക മൂല്യങ്ങളാണ്. കാരണം നെയ്യിൽ ഇപ്പോൾ വൈറ്റമിൻസ് തന്നെ കൊഴുപ്പിലലിയുന്ന 4 വൈറ്റമിൻസും നെയ്യിലടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എ, ഡി, ഇ, കെ. അതുപോലെ തന്നെ മിനറൽസ്, കാൽസ്യം, ഫോസ്ഫറസ് പോലുള്ള മിനറൽസ് നെയ്യിലടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില കോമ്പൗണ്ടുകളുണ്ട്, ഇപ്പം ബ്യൂട്രിക് ആസിഡ് പോലുള്ള അതല്ലെങ്കിൽ കോൺജുഗേറ്റഡ് ലിനോലിക് ആസിഡ് പോലുള്ള ചില കോമ്പൗണ്ടുകൾ. അതിനൊരുപാട് ഹെൽത്ത് ബെനഫിറ്റ് നമുക്ക് തരുന്ന ചില കോമ്പൗണ്ടുകളാണ്. അപ്പം അതുപോലെ തന്നെ നെയ്യെക്കുറിച്ച് നമ്മൾ കരുതിയിരുന്നത് നെയ്യ് കൊളസ്ട്രോൾ കൂട്ടുന്ന ഒന്നാണെന്നുള്ളതാണ്. ഒരു മോഡറേറ്റ് ലെവലിൽ നമ്മൾ നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടില്ല. നമ്മൾ HDL, അതായത് നല്ല കൊളസ്ട്രോൾ കൂടിയും ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് കൊളസ്ട്രോളിനെ കൂട്ടുന്ന ഒന്നല്ല എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന്, അതായത് രക്തം കട്ട പിടിക്കാതിരിക്കുന്നതിനൊക്കെ ഇതിലടങ്ങിയിരിക്കുന്ന ഈ കോൺജുഗേറ്റഡ് ലിനോലിക് ആസിഡ് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ബ്യൂട്രിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മളുടെ ആമാശയത്തിൻ്റെ ആരോഗ്യത്തിന്, ആമാശയത്തിലെ ഇൻഫ്ലമേഷൻസ് തടയുന്നതിന്, അതുപോലെ തന്നെ ആമാശയത്തിലും കുടലിലും ഒക്കെയുള്ള ബാക്ടീരിയകളുണ്ട്, പ്രോബയോട്ടിക്, നമ്മുടെ ദഹനത്തിനെ സഹായിക്കുന്ന, അതിൻ്റെ ഗ്രോത്തൊക്കെ എൻഹാൻസ് ചെയ്യിക്കുന്നതിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഇതിലടങ്ങിയിരിക്കുന്ന കോൺജുഗേറ്റഡ് ലിനോയിക് ആസിഡിലുള്ള ചില ആൻറ്റി ഓക്സിഡൻസുകൾ നമ്മളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചില പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ നമ്മളുടെ ഒരു ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റിയൊക്കെ കൂട്ടും എന്നുള്ളതാണ്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, അതുപോലെ തന്നെ ഡയബറ്റിക് ഉള്ള ആളുകളിലൊക്കെ ഇത് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ചില പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതൊരു മോഡറേറ്റ് ലെവലിലാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. കാരണം ഇത്രയും ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനഫിറ്റിനെ കുറിച്ചാണ്. ഇനി ഞാൻ പറയുന്നത് ഇതിനുള്ള മറ്റു പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഇത് ബേസിക്കലി ഇതൊരു സാച്ചുറേറ്റഡ് ഫാറ്റാണ്. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ ഖരരൂപത്തിൽ കട്ടിയായിരിക്കുന്ന 25 ഡിഗ്രി സെൽഷ്യസിൽ കട്ടിയായിരിക്കുന്ന ഒരു ഫാറ്റാണ് ശരിക്കും ഈ നെയ്യെന്ന് പറയുന്നത്. അപ്പം ഇത് അമിതമായി ഉപയോഗിച്ചാൽ നമ്മളുടെ കൊളസ്ട്രോൾ കൂടും, അമിതമായി ഉപയോഗിച്ചാൽ. അതേസമയത്ത് നമുക്കൊരു മോഡറേറ്റ് ലെവലിൽ ഇത് ഉപയോഗിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അതായത് നമ്മളുടെ ഹൈ ഡെൻസിറ്റി, നമ്മുടെ നല്ല കൊളസ്ട്രോൾ കൂടുകയും ചീത്ത കൊളസ്ട്രോൾ കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും, ഈ രക്തം കട്ട പിടിക്കാനായിട്ടുള്ള സാധ്യത കുറയും. അതുപോലെ തന്നെ ചില മലബന്ധമുള്ള ആളുകളിലെല്ലാം ഈ നെയ്യ് നമ്മൾ പാലിലൊക്കെ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെയുള്ളത് ഈ ആയുർവേദത്തിൽ അഷ്ടാംഗഹൃദയത്തിലൊക്കെ പറയുന്നത് കണ്ണിന് ചക്ഷുഷ്യം എന്നാണ് പറയുന്നത് നെയ്യെക്കുറിച്ച് പറയുമ്പോൾ, പശുവിൻ നെയ്യെക്കുറിച്ച് പറയുമ്പോൾ. അതുപോലെ തന്നെ നമ്മളുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിന് വളരെയധികം നല്ലതാണ്. ആയുർവേദത്തിൽ ഒരുപാട് ഈ പ്രത്യേകിച്ച് കണ്ണിനൊക്കെ ചികിത്സിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മെഡിസിൻസ് നെയ്യിൽ പ്രിപ്പയർ ചെയ്താണ് കൊടുക്കുന്നത്. മെഡിക്കേറ്റഡ് ഗീ കണ്ണിൻ്റെ അസുഖങ്ങൾക്ക് ഒരുപാട് നമ്മൾ ഉപയോഗിച്ച് വരുന്നതാണ്. ഞാനിത് എത്രയാണ് നമ്മളൊരാൾക്ക് കഴിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ പറയാം. മോഡറേറ്റ് അളവിലാണ് കഴിക്കുക. അധികമായിട്ട് നമ്മൾ നെയ്യ് ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഇപ്പം നെയ്യിൽ പൊരിച്ച പൂരി നമ്മൾ നെയ്യ് മുക്കി കഴിക്കരുത്. അതായത് നമുക്കൊരാൾക്ക് കഴിക്കാൻ സാധിക്കുന്നത് 1 ടീസ്പൂൺ എന്ന് പറയുന്നത് ഒരു 5 ഗ്രാമൊക്കെയാണ് ഒരു ടീസ്പൂൺ എന്ന് പറയുന്നത്, 5 to 6 ഗ്രാം. അപ്പോൾ 1-2 ടീസ്പൂൺ സറൗണ്ട് ഒരു 10 to 12 ഗ്രാം, അതാണ് മാക്സിമം കഴിക്കാവുന്ന നെയ്യുടെ അളവ് ഒരു ദിവസം. അപ്പോൾ അത് നമുക്ക് രാവിലെ അതിൻ്റെ ടൈം എപ്പോഴാണ് നമുക്ക് കഴിക്കുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് രാവിലെ നമ്മളുടെ ആഹാരമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് വെറും വയറ്റിലാണ് അത് കഴിക്കുന്നത് ഏറ്റവും നല്ലത്. അപ്പം ഞാനീ പറഞ്ഞത് ഒരു നോർമലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ കാര്യമാണ്. മറ്റുള്ള ആളുകൾ ഇപ്പോൾ ഒരു ഹെൽത്ത് ബെനഫിറ്റ്, ഇപ്പം നിങ്ങൾക്കൊരു കൊളസ്ട്രോൾ നിലവിൽ മരുന്ന് കഴിക്കുന്ന ഒരാളാണ്, അതല്ലെങ്കിൽ ഹൃദ്രോഗമുള്ള ഒരാളാണ്, ഡയബറ്റിക് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം ഇത് കഴിക്കുന്നതാണ് നല്ലത്, അല്ലാതെ കഴിക്കരുത്. അപ്പോൾ ഇത് മോഡറേറ്റ് ലെവലിൽ ഉപയോഗിച്ചാൽ ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ് ഉള്ള ഒരു ആഹാര പദാർത്ഥം തന്നെയാണ് നെയ്യ്.